ഈ കടലാസ മരുന്ന് കൊടുക്കുന്ന സ്ഥലത്ത് കാണിച്ച് മരുന്ന് വാങ്ങിച്ചു. അവർ പറയുന്ന പോലെ മരുന്ന് ഒരാഴ്ച കഴിച്ചിട്ട് തന്നെ വന്ന് കാണാം. സമയത്തിന് മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചോളണം. ധാതുർവാനെ, ഇതൊക്കെ നോക്കി അടുത്ത് നിന്ന് പോലെ എൻ്റെ ജോലിയാണ്. കുറവ് എന്തെങ്കിലും കണ്ടാൽ എൻ്റെ ബിതം മാറും, എനിക്കറിയാമല്ല. ഇനിയുടെ പഠിപ്പുര കിടന്നാൽ മതി, പള്ളിയിലേക്കൊന്നും കിടക്കാൻ പോകണ്ട. എനിക്ക് സുഖാവും വരെ ബാങ്ക് വിളിക്കാൻ വേറെ ആളെ വെക്കാം. പറഞ്ഞത് കേട്ടല്ലോ, നീ രണ്ടാളും പൊയ്ക്കും. ആറ്റില്ല ഇവിടെ വരുന്ന. എറമുള്ളാന് നല്ല സുഖമില്ല. ഓനും കൂടി ഇന്നോട്ട് ഈടെയാ കിടക്കുക. ഓൻ്റെ കാര്യം കൂടി നോക്കാൻ കടശിപ്പാത്തിനോട് പറഞ്ഞേക്ക്. അകത്തുള്ളവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ാത്തുമാനെ, എനിക്ക് ഇത്തിരി വെള്ളം എന്താ ദാഹിക്കുന്നു. ഇത്തിരി വെള്ളം എന്താ ദാഹിക്കുന്നു. എനിക്ക് തീർത്തും വയ്യ. നാളെ നീ ആശുപത്രി വരെ പോയി ഡോക്ടറോട് പറഞ്ഞ് വല്ല മരുന്ന് മേടിച്ചോണ്ട് വാ. വെള്ളം ഇറക്കാനെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാ മതി. ഈ കിട്ടിയിരിക്കുന്ന ഫലം വെച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ക്യാൻസർ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ പരിശോധന നടത്താനോ നടത്തിയിട്ടിപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഇവിടെ ചികിത്സിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നതാണ് നല്ലത്. തിരുവനന്തപുരത്ത് എൻ്റെ ഇതിൽ കൂട്ടുകാരുണ്ട്, വേണമെങ്കിൽ ഞാൻ എഴുത്തു തരാം. ഉടുപ്പിയിൽ എൻ്റെ മോൻ ഡോക്ടറാവാൻ പഠിക്കുന്നുണ്ട്. ആടെ ആയാലോ? അത് നല്ലതാ, കൂടെ ഒരാളില്ലാതെ കഴിക്കാലോ. മോൻ ഏത് വർഷമാണ്? 1ാം കൊല്ലം. ആശുപത്രിയിലേക്ക് ആരെങ്കിലും വിട്ടാൽ മതി, കടലാസൊക്കെ കൊടുത്തയക്കാം. കൂടുതൽ വെച്ചുകൊണ്ടിരിക്കണ്ട, നല്ല വേദന കാണും. വേദന കുറയ്ക്കാനുള്ള മരുന്നെല്ലാം ഞാൻ തരാം. അതൊക്കെ ഇവിടെ പറ്റൂ. ഒട്ടും വിഷമിക്കണ്ട, ബേസ്വാന്നാ ഡോക്ടർ പറഞ്ഞ്. പിന്നെ എന്തിനാണെങ്കിലും കുഞ്ഞാലി ഉണ്ടല്ലോ, മടിക്കാതല്ല ഓനോട് പറഞ്ഞോണം. ഞാനും ഇടയ്ക്ക് വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, ശരീരം ഇളക്കണ്ട. കുഞ്ഞാലി ഇങ്ങോട്ട് പറഞ്ഞു വിടാ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം, ഞാൻ വരാം. ചെലവിനുള്ള പൈസ ബാങ്കിൽ നിന്ന് എടുത്തോളാം. ഇനി നീ പോയിക്കോ, ക്ലാസ് കളയണ്ട. ഇതൊക്കെ ആയിട്ട് പഠിത്തം മോശമാക്കരുത്. ഭാഗ്യം കൊണ്ടാ ഇങ്ങനൊരു അവസരം കിട്ടിയതെന്ന് ഓർമ്മ വേണം. അത് ഉപയോഗിക്കാൻ നോക്ക്.
പെരുന്നാളിന് വരാൻ പറഞ്ഞ് ഞാൻ ഇബ്രാഹിക്ക് എഴുതിയിട്ടുണ്ട്. ഓൻ വന്നാൽ ഇങ്ങോട്ട് അയക്കാം. ഈ ഇനി പെരുന്നാളിന് വന്നാൽ മതി. നോമ്പെടുക്കണം. വീട്ടിലല്ലാന്ന് വെച്ച് അതിന് മടി കാണിക്കരുത്. പറ്റിയ ഇടയ്ക്ക് ഇറങ്ങാം. കുഞ്ഞാലിക്കാടെ ബുദ്ധിമുട്ടൊന്നുമില്ല. താമസവും ഭക്ഷണവും ഒക്കെ നല്ലതാണ്. ആസ്പത്രി ഒരു കണക്കിന് ഇറമുള്ളാനെ അങ്ങോട്ട് കൊണ്ടുപോയത് നന്നായി. ഈടെ കിടന്ന അവൻ്റെ കഷ്ടപ്പാട് നമ്മൾ കാണണ്ടേ. അതിനിപ്പോ എമ്മിണിയേറെ ചെലവാക്കുന്നില്ലേ? ഈടെ ഇതിന് മാത്രം ഉണ്ടാവും. ഓനെ പിന്നെ ആര് നോക്കും? കുഞ്ഞായിരിക്കുമ്പോൾ ഉപ്പയുടെ അടുത്ത് വന്ന് കൂടിയതാ. ശബ്ദം നല്ലതെന്ന് പറഞ്ഞ് വലിയ തങ്ങൾ ഓനെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ച. എറമുള്ളാനെ ബെല്ലാം മറ്റൊരാൾ ഈ അടുത്ത പള്ളിയിലൊന്നും ഉണ്ടായില്ല. ആസ്പത്രി കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടം വന്നു. മിണ്ടാൻ പറ്റണ്ടേ? പാവം. അതോലൊരുത്തിനെ പഠിപ്പിക്കാൻ ഈ തങ്ങളും കുറെ കായ ഒഴിക്കണുണ്ടല്ലോ. ഈ കളയണ കായ ഉണ്ടായിരുന്ന ബീക്കുട്ടീനെ കൊള്ളാവുന്നിടത്ത് പറഞ്ഞു വിടായിരുന്നു. വലുതായിട്ടും ബീക്കുട്ടിയുടെ നിക്കാഹ് നടത്താത്തതിന് ആൾക്കാർ എന്നോടാ ചോദിക്കുന്നത്. ആറ്റ എന്തായി പറയുന്നത്? ബീക്കുട്ടിയുടെ പഠിത്തം കൈയിട്ടാൽ ഇപ്പം പഴയ പോലൊക്കെയാണോ കാര്യങ്ങൾ? നമ്മുടെ കൂട്ടത്തിലെ പെൺപിള്ളേരും പഠിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ കുഞ്ഞാലി ഡോക്ടർ പരീക്ഷ പാസ്സായാലും ആവും അറക്കക്കാർക്കൊരു പെരുമയല്ലേ? ആ ഹറാത്ത് എങ്ങനെ അറക്കലാവുന്നത്? ഓൻ എൻ്റെ വീട്ടിലുണ്ടായതല്ല. തങ്ങളാ? ആ, കുഞ്ഞാലിയാ? എറമുള്ളാനാ? എപ്പോഴാ? വേണ്ട വേണ്ട, 5-6 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഉടനെ ഒരു വണ്ടിയായിട്ട് ഇബ്രാഹിം അങ്ങോട്ട് അയക്കാം. ഈ അടുത്ത കാര്യമൊക്കെ ശരിയാക്ക്. ചിലവിനുള്ള പൈസയൊക്കെ കൊടുത്ത് തീർക്കണ്ടേ? ബില്ല് എത്രയാണെന്നൂടെ നോക്ക്. ഏതായാലും ഇബ്രാഹിൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്ത് അയക്കാം. നീ കൂടെ പോരെ? ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ മുടക്കമായല്ലോ. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أغناكهم أغلالا فهي إلى الأذقان فهم مكمهون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون فسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكرى وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون.
വലിയ സങ്കടമായിപ്പോയി. എടി പാത്തു, ഓക്കെ ഉറങ്ങാൻ കണ്ടൊരു സമയം. സന്ധ്യക്കാണോടി കിടന്നുറങ്ങണേ? വേണിട്ട് നിസ്കരിക്ക്. ഏറമുളാനിക്ക മരിച്ചെന്റെ സങ്കടത്തിൽ കിടന്നതാ ഉമ്മ, ഉറങ്ങിപ്പോയി. അതിന് എനക്കെന്തിനാടി സങ്കടം? അൻ്റാരും മരിച്ചിട്ടില്ല ഇവിടെ. വേണിട്ട് ചോറും ചായ ഉണ്ടാക്ക്, അല്ലേ എല്ലാറ്റിനെയും അടിച്ച് പുറത്താക്കും. എന്താ? എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കണേ? എരമുല്ലാനിക്ക മരിക്കണമെന്ന് നീ കണ്ടില്ല? ഞാൻ അതും കണ്ടു. ആ ബാങ്കവിളിന്റെ ഒച്ചന്റെ ചെവിയിൽ മൂടുന്നു. പെണ്ണിന്റെ ഓരോ തോന്നലേ, ഓരോന്നും നിരീച്ച് പറയാതെ പാത്തു ചേച്ചെടുത്ത് പോയി കിടന്ന് ഉറങ്ങ്. ആ പൂതി വേണ്ട. ഉമ്മാടെ ഹാലിളകി നടക്കുക, ആടാരും കിടത്തൂല. എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടതാ. അല്ല, നല്ല രസമുണ്ടല്ലോ. നീ ഇത് എനിക്ക് മേടിച്ചതാ? ഏയ്, ആടൊരു മൊഞ്ചത്തിക്ക് മേടിച്ചതാ. നിന്നെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്നെക്കാളും മുഞ്ചത്തിയോ? പിന്നെ പറയാനുണ്ടോ? പക്ഷെ നിന്റെ അത്ര ബുദ്ധൂസല്ല. മാല ഇട്ടുകൊണ്ട് താഴേക്ക് എന്ന് ഉമ്മാന്റെ വായിലിരിക്കണ കേൾക്കണ്ട. അതഴിച്ച് എവിടെയെങ്കിലും വെക്ക്. നീ എന്താ താഴേക്ക് പോകത്ത്? പോ ചെറുക്ക, ഞാനിട്ടിരുന്നാ നിനക്കെന്താ ചെയ്തം? നീ ഇപ്പൊ താഴേക്ക് പോകും. ഉപ്പ ആണണ്ട. നിനക്കെന്നോട് ഒട്ടും ഇഷ്ടമല്ലാത്തോണ്ടല്ലേ? ആടുത്ത വിശേഷം എന്തേലും നീ എന്നോട് പറഞ്ഞ? ഒരു പത്രാസുകാരൻ. പാത്തു